വെൽക്കം ടു പോപ്പീസ് ഹെയർ ഓയിൽ. അപ്പോൾ നമുക്കിന്ന് ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയും കൂടി കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അത്ര അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടാതെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് ഒരു 5 വലിയ ഉള്ളി ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കാം. അത്ര ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല, കാരണം കുക്കറിലിട്ടത് ഞാൻ വിസിൽ വേവിപ്പിക്കും. 1-2 വിസിൽ വരുന്ന വരെ ഒന്ന് കുക്കറിൽ വേവിക്കും. പിന്നെ ഒരു 4 തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 4 എണ്ണം അരിഞ്ഞെടുക്കാം. ചെറുതാണെങ്കിൽ 5 എണ്ണം എടുക്കാതെ, നല്ല വലുതാണെങ്കിൽ 3 എണ്ണം മതി. 1 കിലോ ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കണം. ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. പിന്നെ ചപ്പ് പുതിന നമുക്ക് അരിഞ്ഞേക്കാം. അതിനിടയിൽ ഈ ബീഫ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ചത്, ഒരു 5 വിസിൽ വരെ. അതിനിടയിൽ ഞാൻ ഹെയർ ഓയിൽ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി അത് നമ്മൾ മൂപ്പാണെന്ന് അറിയാനാണ് ഒരു പ്ലാവില ഞാനതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പഴുത്ത പ്ലാവില. അതൊന്ന് പൊടിയുമ്പോഴാണ് അത് മൂപ്പാവുക. കൂടെ തന്നെ ഞാൻ ഈ ചിക്കൻ ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്, ചിക്കൻ ഒന്ന് കഴുകുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഡാൽഡ ചേർക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച വലിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ ഉപ്പും ചേർക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഞാനത് കുക്കർ മൂടി വെക്കും. ഒരു 2 വിസിൽ, അധികം തീ കൂട്ടി വെക്കരുത്, ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കത് ഒന്ന് വേവിക്കാൻ വെക്കാം. കൂടെ തന്നെ ഞാനതിൻ്റെ ബീഫിൻ്റെ വേവൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ അംസമൊക്കെ പോയിട്ട് പപ്പായ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. മൂപ്പരാൾ വെച്ചത് തന്നെ ഇരുന്നു പപ്പായൻ്റെ തൈ. അപ്പോൾ അത് അത്യാവശ്യം പാകമായിട്ടുണ്ട്. നല്ലോണം പഴുത്തിട്ടൊന്നുമില്ല. മൂപ്പരാൾക്ക് പിന്നെ പെട്ടെന്ന് പൊട്ടിക്കണം എന്തും. ഞാൻ പറഞ്ഞു അത് മരത്തിൽ വന്നിട്ടൊന്ന് പഴുക്കുമ്പോഴല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ എണ്ണ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ ബിരിയാണീൻ്റെ ഉള്ളി നന്നായി വഴന്നിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. കൂടെ നമുക്ക് പച്ചമുളക് ചതച്ചതും ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഇടയിൽ അംസമൊക്കെ പപ്പായ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അധികം പഴുപ്പൊന്നും ആയിട്ടില്ല, ഒന്നും കൂടെ അത് തൈമ നിൽക്കേണ്ടിയിരുന്നു. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ചപ്പ് പുതിന അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണില്ല, കുറച്ചവിടെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ നമുക്ക് അതിൽ കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പെരുംജീരകം വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കണ്ട, ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി വേവാൻ കുറച്ച് ടൈം വേണം. ബാക്കി വരുന്ന പൊടി ഐറ്റംസും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കിയാണ് കേട്ടോ. കുറച്ച് ബീഫൊക്കെ കൊടുന്നപ്പോൾ അതൊന്ന് തയ്യാറാക്കിയതാണ്. നമ്മളെ ഹെയർ ഓയിൽ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒക്കെ കൂടി ഒന്നിച്ചാണ് ചെയ്യുന്നത്. ബിരിയാണി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേവിച്ച് വെച്ച ബീഫ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. നമുക്കൊരു കുറച്ച് ടൈം ഒന്ന് വഴറ്റി എടുക്കാതെ. ഓൾറെഡി വെന്തതാണ് ബീഫ്, അപ്പോൾ അധികം ടൈമൊന്നും വേണ്ട. നമ്മൾ എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഒരു പകുതി ചെറുനാരങ്ങ ഒക്കെ മതിയാവും.
അതിനിടയിൽ ഞാൻ എണ്ണ പാകമായിട്ടുണ്ടോ അതൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു മണൽത്തരി രൂപത്തിലാവുമ്പോഴാണ് എണ്ണ പാകമാവാറ് കേട്ടോ. അതിന് മുന്നേ ഞാൻ ഈസി കുക്കിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അരി വേവിക്കാനുള്ള അരി നമുക്ക് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി തിളച്ചിട്ട് വന്നിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ ആദ്യം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മസാല കുഴച്ച് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ റൈസ് വേവിക്കുന്ന വെള്ളത്തിന് കുറച്ച് ചൂടുവെള്ളം എടുത്ത് മൈദ നമുക്ക് കുഴച്ച് വെക്കാം. കുറച്ച് മൈദപ്പൊടി നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന് ദമ്മിടുമ്പോൾ നമുക്ക് ആ മൂടി ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം കുറച്ച് റൈസ് ചെമ്പട്ടിൻ്റെ അടിയിൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തീ കൂടുമ്പോൾ നമുക്കങ്ങനെ റൈസ് കുറച്ച് ഇട്ട് കൊടുത്താൽ അടി പിടിക്കില്ല. ആദ്യമേ നമ്മൾ മസാല ഇടുന്നതിലും നല്ലത് റൈസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് മസാല ഇട്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ദമ്മിടുമ്പോൾ അങ്ങനെ അടിയിലൊന്നും പിടിക്കാതെ കിട്ടും ബിരിയാണി. അപ്പോൾ കുറച്ച് റൈസ് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചപ്പ് പുതിന, കുറച്ച് 6 kg നെയ്യ്, കുറച്ച് ഗരം മസാല പൊടി ഇട്ടിട്ട് കുറച്ച് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കുക അതിൽ. അങ്ങനെ നമ്മൾ 2 തട്ടായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് അണ്ടി മുന്തിരി ഒന്നും ഞാൻ അതിലിട്ടിട്ടില്ല. ഒന്നാമത് വീട്ടിലില്ലായിരുന്നു, അപ്പോൾ ഉള്ളത് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ ബാച്ചിലേഴ്സിനൊക്കെ കുട്ടികൾക്കൊക്കെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. നമുക്ക് കുക്കറിലും ചെയ്യാം കേട്ടോ, ദമ്മിടാതെയും ചെയ്യാം. അപ്പം നമ്മുടെ ബിരിയാണി അത്യാവശ്യം ദമ്മായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ദമ്മായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് തുറക്കുമ്പോൾ വന്നത് കേട്ടോ.